മാന്യ പ്രേക്ഷകർക്കും കൃഷി ദർശന്റെ ഓണാശംസകൾ. മലയാളക്കരയുടെ മാനസഭൂമി, അതാണ് നമ്മുടെ കുട്ടനാട്. നെൽവയലുകളും തെങ്ങോലപ്പീലികളും ചെമ്പഴുക്കയും ആറ്റോഞ്ചി പടർപ്പുകളും കദളിയും കണ്ണാന്തളിയും കായൽക്കാറ്റിൽ നൃത്തമാടുന്ന ഭൂമിക. ആദിചേര രാജവംശത്തിലെ ചെങ്കുട്ടുവർ ഭരിച്ച നാട് കുട്ടവനാടായെന്നും പിന്നീട് അത് ലോപിച്ച് കുട്ടനാടായെന്നും സ്ഥലപുരാണം. ഓരോ ഓണക്കാലത്തും കേരളത്തിന്റെ ഈ നെല്ലറ നൽകിയത് മഹിതമായ കാർഷിക സംസ്കൃതിയുടെ ഓണക്കാഴ്ചകളായിരുന്നു. കേരളത്തിന്റെ തീരസൗന്ദര്യമായ കുട്ടനാട് ആലപ്പുഴ ജില്ല ലോകത്തിന് സമ്മാനിക്കുന്ന ഹൃദയ കാഴ്ചയാണ്. സംസ്ഥാനത്തിന്റെ നെല്ലറ എന്ന് വിളിപ്പേരുള്ള ഈ ഭൂപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ മുതൽ 2.5 മീറ്റർ വരെ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നു. 265.93 ചതുരശ്ര കിലോമീറ്ററാണ് കുട്ടനാടിന്റെ വിസ്തീർണം. പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ എന്നീ നദികൾ കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. വേമ്പനാട് കായലാണ് കുട്ടനാടിന്റെ തണ്ണീർത്തടം. അതിവിശാലമായ കായലിന്റെ അഗാധതകളിലേക്ക് ചെളിയിറക്കി നികത്തി പാടമാക്കിയെടുത്ത അധ്വാന മഹിമ കുട്ടനാടിന്റെ ചരിത്രത്തിൽ മാത്രം ഇടം പിടിക്കുന്നു. കാർഷിക സംസ്കൃതി പകർന്നു നൽകിയ പേശീബലം മാത്രമാണ് കുട്ടനാടിനുള്ളത്. അതുപേക്ഷിച്ചൊരു ജീവിതം കുട്ടനാടിനില്ല. വള്ളവും വെള്ളവും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു ജനത. കായലിന്റെ അടിത്തട്ടിലെ ചേറിലൊളിച്ചിരിക്കുന്ന കരിമീനുകളെ കയ്യിലാക്കുന്ന കരവിരുകൾ, പുഴയിൽ വീശിയെറിയുന്ന വലയിലും ഇടത്തോടിൽ താഴ്ത്തിയ മുളംകൂടുകളിലും കുടുങ്ങുന്ന നാട്ടുമീനുകൾ. ഇനിയും തങ്ങൾ പടിയിറങ്ങിയിട്ടില്ല എന്ന് പുഞ്ചിരിച്ചു പറഞ്ഞ് തൊടികളിൽ നിൽക്കുന്ന ഓണപ്പൂക്കളായ തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും. കൈതപ്പൂവിന്റെ സുഗന്ധം പേറി കറങ്ങി നടക്കുന്ന കുട്ടനാടൻ കാറ്റ്. മഹാകവി ടി കുഞ്ഞിരാമൻ നായരുടെ മഞ്ഞക്കിളി എന്ന ഓണത്തെ പറ്റിയുള്ള ഒരു കവിതയുണ്ട്. ആ കവിത വായിച്ചാൽ നമുക്ക് തോന്നും ഈ കവിത എഴുതിയത് കുട്ടനാടിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് നമുക്ക് തോന്നും. ആ കവിത നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ? ശരി. പെറ്റ നാടോണപ്പുലരി പൂക്കും, നാടു വിളിക്കും വിളി പൊങ്ങുന്നു, താമരയാമ്പൽ പൂ തമ്പടിച്ചു വാഴുന്ന പച്ചത്തടാകതീരം, മാടി വിളിക്കും മരതകപ്പൂമ്പട്ടു വിരിച്ച വഴിക്കപ്പുറം, അക്കരയാലിൻ തണലിൽ ഓണ ചന്ത കഴിഞ്ഞു തിരക്കൊഴിഞ്ഞു, കർഷകർ പോയ വരമ്പു തൊട്ട് കാലടിപ്പാടുകൾ തേഞ്ഞു മാഞ്ഞു, കൂട്ടിയ നാളന്തിയാവും മുമ്പേ പൊൻചമ്പകപ്പൂക്കൾ വഞ്ചി കേറി, പിച്ചി മലരത്തൊഴുകിപ്പോകും വാർക്കുഴൽ ചാർത്തിനൊളി വിതറി, കൈതമലർ മണം കാറ്റിനേകി
ഉത്രാടരാത്രി തിരിച്ചുപോയി. തെങ്ങിൻ കളപ്പാട് കൊയ്തു വയ്ക്കും തുമ്പത്തറവാട്ടിലോണം വന്നു. മുക്കിൽ മുനിഞ്ഞാരും കണ്ണിടാത്ത മുക്കുറ്റി പെണ്ണിനൊരുത്തൻ വന്നു. മുക്കിൽ മുനിഞ്ഞാരും കണ്ണിടാത്ത മുക്കുറ്റി പെണ്ണിനൊരുത്തൻ വന്നു. മലയാളിക്ക് ആണ്ടോടാണ്ട് ഓണമുണ്ണുവാൻ പുഞ്ചനെല്ല് വിളയിച്ചു നൽകിയ കുട്ടനാടൻ വയലേലകളിൽ കൃഷി ഇന്ന് നന്നേ കുറവ്. എങ്കിലും പൊൻകതിർ വീശി നിൽക്കുന്ന ഇരിപ്പൂ നിലങ്ങളിൽ ഓണത്തിന്റെ കൊയ്ത്തുത്സവം, അരിവാൾ കൊയ്ത്തും മെതികളവുമൊക്കെ ഏറെക്കുറെ അന്യമായിരിക്കുന്നു. തൊഴിലാളി ദൗർലഭ്യം നേരിടുന്ന ഇന്നത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് യന്ത്രവൽകൃത കൃഷി രീതിയെയും കുട്ടനാടൻ കർഷകർ സ്വീകരിച്ചിരിക്കുന്നു. കുട്ടനാട്ടുകാരുടെ ഓണമെന്ന് പറഞ്ഞാൽ അവരുടെ കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പും അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടുള്ള ഓണാഘോഷങ്ങളുമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ പറയുകയാണെങ്കിൽ ഈ കുട്ടനാട്ട് പാടശേഖരങ്ങളിൽ കൃഷി ചെയ്ത നെല്ല് അവരവരുടെ വീടുകളിൽ തന്നെ പുഴുങ്ങിക്കുത്തി അരിയാക്കിയാണ് ഓണത്തിനെന്നല്ല ദൈനംദിന വീട്ടാവശ്യങ്ങൾക്ക് തന്നെ കൂടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുഴുവനും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന അരിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം പറമ്പിലുണ്ടാകുന്ന ചേന, വെള്ളരി, പടവലം, പയറ്, ചീര എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു കുട്ടനാട്ടുകാർക്ക് ഓണമെന്ന് പറഞ്ഞാൽ. കുട്ടനാട് ലോകത്തിന് നൽകിയ സാഹിത്യകാരൻ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ, എൻ്റെ അമ്മാവനും കൂടിയായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, രാമൻ വാണാലും രാവണൻ വാണാലും സീതയ്ക്ക് കുമ്പിളിൽ കണ്ണീര് എന്ന് പറഞ്ഞ പോലാണ് ഇപ്പോൾ കുട്ടനാട്ടുകാരൻ്റെ ഓണത്തിൻ്റെ അവസ്ഥ. കുട്ടനാടൻ കൊയ്ത്തിനെ പറ്റി യശശരീരനായ കാവാലം നാരായണ പണിക്കർ സാർ എഴുതിയ അതിമനോഹരമായ ഒരു ലളിതഗാനമുണ്ട്. അതൊന്ന് പാടിയാലോ? തീർച്ചയായും. പൂക്കൈതയാറ് അവൾ പൂക്കൈതയാറ് അവളൊരായിരം കഥ പറഞ്ഞു, പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്ത കഥകളൻ ഗ്രാമത്തിൻ ചെവിയിൽ പകർന്നൊഴുകി. അവൾ പൂക്കൈതയാറ് നാട്ടുവഞ്ചിത്തുഴവീശാനി എന്താരോ, നാലു വള്ളപ്പാടു നീങ്ങാതെ എന്താരോ, ആർപ്പുണ്ട് വിളിയുണ്ട് കളിയുണ്ട് നാട്ടാരെ, ആർപ്പുണ്ട് വിളിയുണ്ട് കളിയുണ്ട് നാട്ടാരെ, ഇളകും തുഴചിതറും പദനുരയും കളമെഴുതുമവൾ പൂക്കൈതയാറ് അവൾ പൂക്കൈതയാറ്. എത്ര കറ്റക്കതിരുണ്ടോ ഈ എന്താരോ, എന്ത് മുട്ടൻ മൂടയുണ്ടോ തീ എന്താരോ, കൊയ്ത്തുണ്ടേ മെതിയുണ്ടേ പൊലിയുണ്ടേ പാടത്ത്, കൊയ്ത്തുണ്ടേ മെതിയുണ്ടേ പൊലിയുണ്ടേ പാടത്ത്, വരവായി വഴിപിരിയാതിരു വഴിയെ കളകളമായവൾ പൂക്കൈതയാറ് അവൾ പൂക്കൈതയാറ്. കുട്ടനാടൻ മിത്തിൽ ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും വ്യത്യസ്തമാണ്. മഹാലക്ഷ്മിയെ തിരഞ്ഞ് പാതാളത്തിലെത്തിയ മഹാവിഷ്ണു കാണുന്നത് മഹാബലിയോടൊത്ത് സകല ഐശ്വര്യവും ചൊരിഞ്ഞിരിക്കുന്ന ദേവിയെയാണ്. ഒരു തിരുനൃത്തപ്പിള്ള അഥവാ വാമനരൂപം ചമഞ്ഞ് നൃത്തം ചെയ്ത് മഹാബലിയെ പ്രീതിപ്പെടുത്തി ദാനധർമ്മിഷ്ഠനായ ബലിയോട് മൂവടി ഭൂമിക്കുള്ള വാഗ്ദാനം വാങ്ങി മഹാലക്ഷ്മിയായ ഭൂമിയെ സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ ലഭിച്ച മഹാലക്ഷ്മിയെ കടലോരത്ത് കിഴക്കോട്ട് അഭിമുഖമായി ചരിച്ചു കിടത്തിയത്രേ. അതുമുതൽ മഹാലക്ഷ്മി സർവ്വ ഐശ്വര്യവും നിറഞ്ഞ കുട്ടനാടായി തീർന്നത്രേ. കുട്ടനാട്ടിലെ ആഘോഷങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട്, അത് ഓണമായാലും അത് വിഷു ആയാലും അത് വേറെ ഏത് ഒരു ആഘോഷമായാലും അത്
കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ പൂമാറ്റ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പൂടുക, അത് 10 ദിവസം ഇടും. അത്തം മുതൽ 10 ദിവസം പൂടുക എന്നുണ്ട് ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇന്നാ പൂ കിട്ടാനുണ്ടോ? ഇല്ല. ഇന്നാ പൂ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വിലയ്ക്ക് വാങ്ങിക്കണം. ഇന്ന് എവിടെ പൂവിടുന്നു? എങ്ങും പൂവിടുന്നില്ല. കാരണം ഇവിടെ കൃഷിയില്ല. ഇവിടെ ആ പൂ ഇടാനുള്ള സംവിധാനമില്ല. ദിനം ദിനം ദോദയം താരാ ദയത്തിനും ദിനം ദോദയം താരാ ദിനം ദിനം ദോദയം താരാ ദയത്തിനും ദിനം ദോദയം താരാ ദിനം ദിനം ദോദയം താരാ ദയത്തിനും ദിനം ദോദയം താരാ ദിനം ദിനം ദോദയം താരാ വലുവം ചെറുപാടത്തെ ദയ്യം താരാ നാളെ നടിച്ചിലുണ്ടേ ദയ്യം താരാ ദിനം ദിനം ദോദയം താരാ ദയത്തിനും ദിനം ദോദയം താരാ ഓണം വന്നേ ദയ്യം താരാ ഓണം വന്നേ ദയ്യം താരാ പാരിസ്ഥിതിക മാറ്റങ്ങൾ എന്തായാലും ഒരു ജൈവ ഭക്ഷ്യ സംസ്കൃതിയെ കുട്ടനാട് ഇന്നും നെഞ്ചേറ്റുന്നു. ജൈവ കൃഷിയുടെ അനിവാര്യത തിരിച്ചറിഞ്ഞ കുറെ കർഷകർ കുട്ടനാട് അടക്കമുള്ള ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ ഓണക്കാലം ലക്ഷ്യമിട്ട് നടത്തുന്ന പച്ചക്കറി കൃഷി ഗതകാലത്തിലെ സമൃദ്ധിയുടെ പുനരാഗമനത്തെ സൂചിപ്പിക്കുന്നു. പാവലും പടവലവും ചുരക്കയും വെണ്ടയും വഴുതനയും പയറും വെള്ളരിയും കുമ്പളവും മത്തനും തക്കാളിയും ചീരയും മുളകുമൊക്കെ ഈ പച്ചക്കറി പാടങ്ങളിൽ ഓണക്കാഴ്ചയുടെ ഫലഭംഗി അണിയുന്നു. പണ്ട് കുട്ടനാട്ടിൽ നല്ല കുത്തരിച്ചോറും നല്ല പച്ചക്കറിയും കൂട്ടി നമുക്ക് ഓണസദ്യ കഴിക്കാമായിരുന്നു. ഇന്ന് മാറ്റം വന്ന് തമിഴ്നാടിനെ ആശ്രയിച്ചാണുള്ള വിഷമുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം വരുന്നത്. ഇപ്പോൾ അതിനുപരിയായി ഇപ്പോൾ ജൈവ കൃഷിയിലായിട്ട് വന്ന് ഇപ്പോൾ തന്നെ ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഓണത്തിനായി വിളവെടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വിഷമില്ലാത്ത നല്ല ജൈവ പച്ചക്കറി നമ്മളിവിടെ ഞാനും അതുപോലെ തന്നെ എന്നെപ്പോലുള്ള കർഷകരും ഉൽപ്പാദിപ്പിച്ച ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ തന്നെ പാവല്, പടവലം, വെണ്ട, മുളക്, തക്കാളി, വെള്ളരി തുടങ്ങിയ എല്ലാ പച്ചക്കറിയും നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ പറ്റും. ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിലെ കാർഷിക സംസ്കാരത്തെ സംബന്ധിച്ച്. ഇന്നിപ്പോൾ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അതിപ്രസരം കുട്ടനാട്ടിലെ കാർഷിക സംസ്കാരം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കഞ്ഞിക്കുഴി എന്ന കൊച്ചു ഗ്രാമം ജൈവ കാർഷിക മേഖലയിൽ ഇടപെടുന്നത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങളാണ് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ചിട്ടുള്ളത്. ഓണക്കാലത്തെ പൂവിപണി ലക്ഷ്യമാക്കിയുള്ള പൂക്കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരും ഇവിടെയുണ്ട്. അതിലൊരാളാണ് കഞ്ഞിക്കുഴി പുത്തൻപറമ്പിലെ പച്ചക്കറി കർഷകൻ കൂടിയായ പി സുശീലൻ. ഓണപ്പൂക്കളത്തിനും മറ്റാഘോഷവേളകൾക്കും പ്രാധാന്യമുള്ള ചെണ്ടുമല്ലി അഥവാ ബന്ദിപ്പൂവാണ് സുശീലനും പത്നി അമ്പിളിയും ചേർന്ന് തങ്ങളുടെ 1/2 ഏക്കർ വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്തത്. ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന പൂക്കൾക്ക് അധിക വില നൽകി വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ കൃഷിക്ക്
കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ പൂക്കൃഷി വായ്പാ പദ്ധതിയുടെ സഹായവും ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഏറ്റവും മഹിമയാർന്ന ഒരു ആഘോഷമാണല്ലോ ഓണം. ഈ ഓണക്കാലത്ത് പൂക്കൾ പോലും അന്യ സംസ്ഥാനത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ഇടപെട്ടിട്ട് പൂക്കൃഷിയും നമ്മുടെ നാട്ടിൽ തുടങ്ങാം, നമുക്ക് ചെയ്യാം. അങ്ങനെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ പൂക്കൃഷി ചെയ്ത് ആണ് എൻ്റെ ഈ പൂന്തോട്ടം ഇവിടെ കാണുന്നത്. പൂക്കൃഷിയിലും ജൈവ രീതി തന്നെയാണ് സുശീലൻ അവലംബിക്കുന്നത്. ചാണകവും പായലുമാണ് പ്രധാന വളം. കുളത്തിൽ നിന്നുമുള്ള ജലം ചെടികൾക്ക് നനച്ചു കൊടുക്കുന്നു. ഏതാണ്ട് 3 മാസത്തോളം കാലം പൂക്കൾ ശേഖരിക്കാനാകുന്നു. കിലോഗ്രാമിന് 50 രൂപ നിരക്കിൽ പൂക്കൾ വിറ്റുപോകുകയും ചെയ്യുന്നു. പൂവിൻ്റെ പദ്ധതി ഇപ്പം നമ്മൾ പൂക്കൃഷി സംഘങ്ങൾ ഉണ്ട്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള പൂക്കൃഷി സംഘങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കർഷകർ, ഒറ്റപ്പെട്ട കർഷകരും പൂവിൻ്റെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി സജീവമായിട്ട് വന്നിട്ടുണ്ട്. കുട്ടനാട്ടുകാർക്ക് ഓണക്കാലം വള്ളംകളിയുടെ കാലം കൂടിയാണ്. ഉപജീവനത്തിനും യാത്രയ്ക്കുമൊക്കെ വള്ളങ്ങളെ ആശ്രയിച്ചിരുന്ന പാരമ്പര്യത്തിന്റെ സ്മൃതി ഉത്സവം കൂടിയാണ് കുട്ടനാട്ടിലെ വള്ളംകളികൾ. കളിവള്ളങ്ങളുടെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന കോഴിമുക്ക് നാരായണനാചാരിയുടെ കുടുംബാംഗമായ കാവാലം ചെല്ലപ്പനാചാരിക്ക് ഓണക്കാലം എന്ന് പറഞ്ഞാൽ കളിവഞ്ചി നിർമ്മിതിയുടെ കാലഘട്ടം കൂടിയാണ്. പക്ഷേ അവയെല്ലാം ചുണ്ടന്റെയും ചുരുളന്റെയും ഇരുട്ടുകുത്തിയുടെയുമൊക്കെ കൗതുകം പകരുന്ന ചെറു രൂപങ്ങളാണെന്നു മാത്രം. കരവിരുതിന്റെ കമനീയത പടർന്ന ഈ ശില്പവൈഭവവും കുട്ടനാടിന്റെ ഓണവർണ്ണങ്ങളിൽ ലയിക്കുന്നു. 35-40 വർഷമായിട്ട് ഈ വള്ളത്തിൻ്റെ നിർമ്മാണമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കോഴിമുക്ക് നാരായണനാശാരിയുടെ കൂടെയാണ് ആദ്യമേ പണിയുന്നത്. അത് കഴിഞ്ഞുള്ള പണി പുള്ളിയുടെ മൂത്ത മകൻ വേണുവാശാരിയുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയോടത്തിൻ്റെ പണിയിലായിരുന്നു. അത് ചങ്കേരി വേണുവാശാരിയുടെ കൂടെ പണിതിട്ടുണ്ട്. അങ്ങനെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കിന് ഓരോരുത്തർ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെ മറ്റു ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് പിന്നെ ഈ ചെറിയ വള്ളങ്ങൾ റിസോർട്ട് കൊടുക്കാനും കൗതുക സാധനങ്ങളായിട്ട് പണിയത്. ഇത് മാത്രമല്ല ചക്രം, മറ്റു പുരാവസ്തുക്കളെല്ലാം പണിത് കൊടുക്കാറുണ്ട്. കുട്ടനാടൻ സാമൂഹികതയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലവൈചിത്ര്യങ്ങളും ഈ ഓണക്കാലങ്ങളിൽ ദൃശ്യമാകുന്നു. വഞ്ചിപ്പുരകളിലെയും റിസോർട്ടുകളിലെയും ഓണാഘോഷവും ഇൻസ്റ്റന്റ് ഓണസദ്യയുമൊക്കെ അതിന്റെ ഭാഗമാണെങ്കിലും കുട്ടനാടൻ ജനതയുടെ ആചാരങ്ങളും ആഘോഷങ്ങളുമെല്ലാം അവരുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ കൈമോശം വരാതെ ആ പൈതൃക പുണ്യം ഈ കുട്ടനാടൻ മണ്ണ് ഹൃദയത്തിൽ പൊതിഞ്ഞു കാക്കുമ്പോൾ അത് കാർഷിക കേരളത്തിന് സമ്മാനിക്കുന്നത് ഒരു വലിയ പ്രതീക്ഷ തന്നെ. കാലമാറ്റങ്ങൾ എന്തായാലും കുട്ടനാട് അതിന്റെ സ്വത്വം ഇന്നും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു. അതാണ് പശ്ചിമരാശി കലർന്ന ഈ മണ്ണിന്റെ പവിത്രത. മലയാളക്കരക്കേകുന്ന കാർഷിക പുണ്യം. പിച്ചിമലരൊത്തൊഴുകിപ്പോകും വാർക്കുഴൽ ചാർത്തിനൊളി വിതറി കൈതമലർമണം കാറ്റിലേകി ഉത്രാടരാത്രി തിരിച്ചുപോയി. സ്വന്തം കിടപ്പാടമുള്ള നേത്ര ചന്തയ്ക്കു പോയോരെ കാത്തുനിന്നു. തെങ്ങിൻ കളപ്പാട് കൊയ്തു വയ്ക്കും തുമ്പത്തര. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധിയിലൂടെ വിഷം തീണ്ടാത്ത പഴം, പച്ചക്കറികൾ. എണ്ണപ്പന കൃഷിക്ക് ധനസഹായം. ഓണക്കാലത്ത് സുരക്ഷിത നാടൻ പച്ചക്കറികൾ ലഭ്യമാക്കാൻ സംസ്ഥാനത്തുടനീളം 1350 പ്രാദേശിക വിപണിയാണ് കൃഷിവകുപ്പ് സജ്ജമാക്കിയത്. ഫാം ഫ്രഷ് കേരള വെജിറ്റബിൾസ് എന്ന പേരിൽ പ്രാദേശിക കർഷകരിൽ നിന്നും ശേഖരിച്ച നാടൻ
പച്ചക്കറികളും പഴങ്ങളുമാണ് വിപണിയിൽ ഉള്ളത്. സംസ്ഥാന കൃഷിവകുപ്പ്, സഹകരണ വകുപ്പ്, ഹോർട്ടികോർപ്പ്, VFPCK, കുടുംബശ്രീ എന്നിവയുടെ സംയുക്ത സംരംഭത്തിലുള്ള ഓണസമൃദ്ധി 2016 വിപണന ശൃംഖലയിലൂടെ വിഷം ചേരാത്ത പച്ചക്കറികളാണ് വിതരണം ചെയ്യുന്നത്. തൃശൂർ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ സെന്റർ ഫോർ പ്ലാന്റ് ബയോടെക്നോളജി ആൻഡ് മോളിക്കുലർ ബയോളജിയിൽ നേന്ത്രൻ, ഗ്രാൻനെയിൻ വാഴയിനങ്ങളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ ലഭ്യമാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487243851. കേരളത്തിൽ തൃശൂർ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും എണ്ണപ്പന കൃഷിക്ക് ഓയിൽ പാം ഇന്ത്യ ധനസഹായം നൽകുന്നു. നടീൽ വസ്തുക്കൾ, കൃഷിപ്പണി എന്നിവയ്ക്ക് ഹെക്ടറിന് 4000 രൂപയാണ് ധനസഹായം. എണ്ണപ്പനയുടെ തൈകൾ ഓയിൽ പാം ഇന്ത്യയുടെ കുളത്തൂപ്പുഴ ഫാമിൽ ലഭിക്കും. തൈ ഒന്നിന് 63 രൂപ. ഓയിൽ പാം ഇന്ത്യയുമായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9745766469. കാർഷിക വാർത്ത സമാപിച്ചു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ ഇത്ര കുറിച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേൾവിടാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സഹോദരരെ, ഇന്ന് തന്നെ ജില്ലയിലെ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷകതത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷകതത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങളുണ്ടോ എന്ന് നോക്കാൻ മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലി ആയാലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ.